ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡുകളാണല്ലേ. അപ്പോൾ വാട്ട്, വേറെ, വെന്ന്, വിച്ച് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇത് മാത്രമല്ല ക്വസ്റ്റ്യൻ വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്: അവനുണ്ടോ, അവൾക്കുണ്ടോ, നിനക്കുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുമെന്ന് നോക്കാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം അവനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡസ് ഹി ഹാവ് എന്ന് പറയുന്നത്. നമ്മൾ ഡൂയിൻ്റെ ഡസിൻ്റെ വീഡിയോ കണ്ടാൽ ഇത് ഈസി ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവന് ഫോണുണ്ടോ, അവനൊരു ഫോണുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഡസ് ഹി ഹാവ് എ ഫോൺ, ഡസ് ഹി ഹാവ് എ ഫോൺ, അവനൊരു ഫോണുണ്ടോ. ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ്: അവന് ജോലിയുണ്ടോ, അവന് ജോലിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഡസ് ഹി ഹാവ് എ ജോബ്, ഡസ് ഹി ഹാവ് എ ജോബ്. ഇവിടെയൊക്കെ ഹാവ് ഹാസ് സിംഗുലർ വരുന്ന സമയത്ത് നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഡസ് ഹി ഹാവ് എ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു ജോലിയുണ്ടോ എന്നാണ്. നെക്സ്റ്റ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്: അവന് ക്ലാസ് ഉണ്ടോ, അവന് ക്ലാസ് ഉണ്ടോ. ഡസ് ഹി ഹാവ് ക്ലാസ്, ഡസ് ഹി ഹാവ് ക്ലാസ്. ഇനി അവന് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അവന് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ, ഡസ് ഹി ഹാവ് ക്ലാസ് ടുഡേ. അവന് ഇന്ന് ക്ലാസ് ഉണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് അവന് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ഇനി അവൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം നമുക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം, ഇതേ സെൻറ്റൻസുകൾ തന്നെ പറയാം. പക്ഷേ നമ്മളെ സബ്ജക്റ്റ് എന്തായിരിക്കും? ഷീ എന്നായിരിക്കും അല്ലേ. ഇപ്പം അവൾക്കൊരു ഫോണുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡസ് ഷീ ഹാവ് എ ഫോൺ എന്ന് പറയാം. അതുപോലെ അവൾക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡസ് ഷീ ഹാവ് എ ജോബ്. നമുക്ക് സെൻറ്റൻസ് മാറ്റി ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എക്സാമ്പിളായിട്ട് ഇത് തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഡസ് ഷീ ഹാവ് ക്ലാസ് ടുഡേ, ഡസ് ഷീ ഹാവ് ക്ലാസ് ടുഡേ, അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാറുള്ളതാണ്: അവൾക്ക് പനിയുണ്ടോ അല്ലേ. അവൾക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ അവന് പനിയുണ്ടോ. ഇങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് ഷീ ഹാവ് എ ഫീവർ. അവന് എന്നാണെങ്കിൽ ഡസ് ഹി ഹാവ് എ ഫീവർ, അവൾ എന്നാണെങ്കിൽ ഡസ് ഷീ ഹാവ് എ ഫീവർ, അവൾക്ക് പനിയുണ്ടോ. ഇനി നിനക്കുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നിനക്ക് എന്ന് പറയുമ്പം നമുക്കറിയാം യു എന്നാണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഡസ് അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡു യു ഹാവ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, നിനക്ക് പനിയുണ്ടോ, നിനക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡു യു ഹാവ് ഫീവർ, ഡു യു ഹാവ് ഫീവർ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട്: നിനക്ക് ഇന്ന് ഓഫീസുണ്ടോ, നിനക്ക് ഇന്ന് ഓഫീസുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. ഡു യു ഹാവ് ഓഫീസ് ടുഡേ, ഡു യു ഹാവ് ഓഫീസ് ടുഡേ, നിനക്ക് ഇന്ന് ഓഫീസുണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് അവനുണ്ടോ, അവൾക്കുണ്ടോ, നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത്. ഇനി അതുണ്ടോ, ഇതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇതെങ്ങനെ ചോദിക്കും? അതുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ദർ എന്നാണ്. അതായത് ദർ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉണ്ട് എന്നാണ്. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈസ് ദർ എന്നാവും. അപ്പം അതുണ്ടോ, അതായത് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈസ് ദർ എന്ന് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കടയിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്: ഇവിടെ പാൽ ഉണ്ടോ, ഇവിടെ പാൽ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ദർ എനി മിൽക്ക് ഹിയർ, ഈസ് ദർ എനി മിൽക്ക് ഹിയർ, ഇവിടെ പാൽ ഉണ്ടോ. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കയറി ചെന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ: ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെ. നല്ല വിശപ്പുള്ള സമയത്ത് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്: ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ് ഹിയർ, ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ് ഹിയർ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. നമ്മളിങ്ങനെ ചോദിക്കുകയാണ്: ഇവിടെ ബിരിയാണി ഉണ്ടോ അല്ലെങ്കിൽ നെയ്ച്ചോറുണ്ടോ, സാദാ ചോറുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ബിരിയാണി ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും: ഈസ് ദർ ബിരിയാണി ഹിയർ,
ഈസ് ദർ ബിരിയാണി ഹിയർ. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? ഈസ് ദർ എന്ന് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അവനുണ്ടോ, അവൾക്കുണ്ടോ, നിനക്കുണ്ടോ, അതുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യനും അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.